അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ത്വാഹ, ആലാപനവും വിവർത്തനവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ത്വാഹ. ഈ അദ്ധ്യായത്തിലെ ആദ്യത്തെ 2 അക്ഷരങ്ങളാണ് ശീർഷകത്തിലുള്ളത്. തൊട്ടു മുമ്പുള്ള മറിയം അദ്ധ്യായത്തിൻ്റെ അവതരണത്തോട് ചേർന്നാണ് ഇതും അവതരിച്ചത്. അന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അനുയായികളും അതികഠിനമായ യാതനകളും പ്രയാസങ്ങളും നേരിട്ട് വരികയായിരുന്നു. വിമർശനങ്ങളും ആക്ഷേപശകാരങ്ങളും അതിൻ്റെ പാരമ്യത്തിലെത്തിയ അവസരത്തിലാണ് ഈ ഖുർആൻ സൂക്തം അവതരിപ്പിക്കപ്പെടുന്നത്. നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ്. ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത്. പരമകാരുണ്യകൻ സിംഹസ്തനസ്ഥനായിരിക്കുന്നു. അവനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവയ്ക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമെല്ലാം. നീ വാക്ക് ഉച്ചത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ രഹസ്യമായതും അത്യന്തം നിഗൂഢമായതും അറിയും എന്നു നീ മനസ്സിലാക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു, അവനല്ലാതെ ഒരു ദൈവവുമില്ല, അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. വഹൽ അതാക ഹദീഥു മൂസാ. മൂസായുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ? ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറാ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ. അതായത് അദ്ദേഹം ഒരു തീ കണ്ട സന്ദർഭം. അപ്പോൾ തൻ്റെ കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ, ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു. ഞാൻ അതിൽ നിന്ന് കത്തിച്ചെടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നേക്കാം, അല്ലെങ്കിൽ തീയുടെ അടുത്ത് വല്ല വഴികാട്ടിയും ഞാൻ കണ്ടേക്കും. فاخلع عليك إنك بالواد المقدس
المقدس طوى. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു: ഹേ മൂസ, തീർച്ചയായും ഞാനാണ് നിൻ്റെ രക്ഷിതാവ്. അതിനാൽ നീ നിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. നീ ത്വാവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു.